ഏറ്റവും കൂടുതൽ ഈ ഒരു പഴത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ക്യാൻസറിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതന്നെ ഒരു വലിയ ഒരു മരുന്നായിട്ടാണ് എല്ലാവരും കാണപ്പെടുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ പഴം എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നിങ്ങൾക്ക് സാധിപ്പിച്ചു തരാൻ പറ്റൂല. അതുകൊണ്ട് ക്ഷമിക്കണം. അതുകൊണ്ട് ഈ തൈ കിട്ടുന്നിടത്തുനിന്ന് മേടിച്ചിട്ട് വളർത്താൻ നോക്കുക. കേരളത്തിൽ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഗാഗ് ഫ്രൂട്ട്, സ്വർഗത്തിലെ കനി എന്നറിയപ്പെടുന്ന ഈ ഒരു ഫ്രൂട്ട്സ് നാദാപുരത്ത് എത്തി എന്ന് പറയുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വീട്ടിൽ ഏകദേശം 1000-1500 രൂപ വിലവുള്ള ഈ ഒരു ഫ്രൂട്ട്സ് ഒരു വീട്ടിൻ്റെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. ഒരുപാട് അധ്വാനത്തിൻ്റെ ഫലമായിട്ട് വീട്ടിലെ ഗൃഹനാഥനും ഫാമിലികളും മൊത്തമായിട്ട് 2.5 വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ വീട്ടുമുറ്റത്ത് നിറഞ്ഞു കവിഞ്ഞ് കാണുന്നത്. ഇത് കാണുമ്പോൾ തന്നെ എന്ത് രസമാണെന്നറിയാം. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫ്രൂട്ട്സ് ആയിരുന്നു. ഇതിൻ്റെ ബാക്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 2.5 വർഷത്തിൻ്റെ അടുത്തായി. പക്ഷേങ്കിൽ എൻ്റെ അടുത്ത് ഒരു തൈ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഫീമെയിലാണ്. ഇതിൻ്റെ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെടി തന്നെയാണ് വരുന്നത്. അത് പക്ഷെ മനസ്സിലാക്കാൻ പറ്റൂല. അത് ഇതേമാതിരി ഒരു ഫേസ്ബുക്കിൽ എറണാകുളത്തുള്ള ഒരാളെ വീഡിയോ കണ്ട് അതിൽ നമുക്ക് താല്പര്യം വന്ന് അങ്ങനെ അയാളെ സമീപിച്ച് അയാളിൽ നിന്ന് വിത്ത് ഓൺലൈനായിട്ട് വരുത്തിച്ച് അതിൽ നിന്നാണ് ഒരു തൈ കിട്ടിയത്. പിന്നെ ഇത് ഫീമെയിലും മെയിലും സെപ്പറേറ്റ് ആണെന്ന് മനസ്സിലാക്കിയ ശേഷം വേറെ വീട്ടിൽ പോയിട്ട് വേറെ തൈ വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതിങ്ങനെ ഉണ്ടായി തുടങ്ങിയത്. ഷുഹൈബ് ഖാൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് ഒരു ഫ്രൂട്ട്സ് ഞാൻ കട്ടാക്കി. ഇതിന് ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് രോഗങ്ങൾക്കുള്ള ഔഷധ ഗുണമുള്ള ഒരു പഴമെന്ന് പറയപ്പെടുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഗാഗ് ഫ്രൂട്ട്സ് കഴിക്കുന്നത്. സ്വർഗത്തിലെ ഗനി എന്നറിയപ്പെടുന്ന ഈ ഒരു പഴം കഴിക്കാനൊരു ഭാഗ്യം കിട്ടി. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു മധുരമല്ല പുളിപ്പുമല്ല, ഒരു രണ്ടിൻ്റെ നടുക്കായിട്ട്. പക്ഷെ നല്ല രസമുണ്ട് കഴിക്കാൻ. ടൈം എടുത്തിട്ട് കഴിക്കണം. വളർത്താൻ ശ്രമിക്കുക. ഏകദേശം ഒരു 7 മാസം 8 മാസം കൊണ്ട് ഇതുണ്ടാക്കി എടുക്കാൻ പറ്റും. ശ്രമിച്ചാൽ കായ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കാരണം കൂടുതൽ തൈ വെച്ച് പിടിപ്പിച്ചാൽ മതി. പക്ഷെ ഇതും കഴിക്കാൻ പറ്റുന്ന ഭാഗം തന്നെയാണ്. ഇതാണ് മെയിൻ. ഇതിന്റെ തൊലിയല്ല ഇത്. കാരണം നല്ല ഈ അവക്കാടെല്ലാം പോലെ നല്ല നമുക്ക് കോരിയെടുക്കാൻ പറ്റുന്ന ഈ പഴത്തിന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ. ജീവിതത്തിൽ കഴിക്കാത്തൊരു സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന് ചെറിയ ചവർപ്പുണ്ട്. മായം തോന്നിക്കില്ല. അതായത് സ്കിന്നിന് ചുളിവ് വരില്ല, കാഴ്ചക്ക് പ്രശ്നം വരില്ല. അതുപോലെ തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കും. തക്കാളിനെക്കാട്ടും അതുപോലെ തന്നെ ഈ ക്യാരറ്റിനെക്കാട്ടെല്ലാം 10, 20, 40 മടങ്ങ് കൂടുതലാണ് ഇതിൻ്റെ അകത്ത് വിറ്റാമിനും കാര്യങ്ങളുള്ളത്. നാട്ടിൽ തന്നെ വളരെ കൗതുകമുണർത്തിയ ഈ ഒരു ഫ്രൂട്ട്സ് കാണാൻ തന്നെ ജനങ്ങളെ ഒഴുക്കുക. പുറം നാടുകളിലുള്ള പഴങ്ങൾ നമ്മളെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇരിങ്ങണ്ണൂരുകാരെ ഷുഹൈബ് ഖാൻ.